എല്ലാവർക്കും റിയാക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ്, അതും മറ്റൊരാളുടെ അല്ല, കറുപ്പ് സിനിമയുടെയാണ്. അതെ, നമ്മുടെ നടിപ്പിൻ നായകൻ അല്ലെങ്കിൽ ദി വൺ എന്നറിയപ്പെടുന്ന സൂര്യയുടെ പുതിയ സിനിമയായ കറുപ്പ് തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിട്ടില്ല. അതെ, ഇപ്പോഴും റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പടമായിരുന്നു. കൊമേഴ്ഷ്യലി സക്സസ് ആയൊരു പടമായിരുന്നു. ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒട്ടും പ്രതീക്ഷയില്ലാതെ കാണാതെ പടമായതുകൊണ്ടായിരിക്കാം. അൺഎക്സ്പെക്റ്റഡ്. ഞങ്ങളൊരു ട്രെയിലർ കണ്ട്, ടീസറും കണ്ട്. ഇത് പക്ഷേ ഇതിൻ്റെ റിലീസ് മാറ്റിയതാണ് പണിയത്. ഇത് കഴിഞ്ഞ പോലെ ഇറങ്ങേണ്ട പടമാണ്. കഴിഞ്ഞ പോലെ ദീപാവലിയിൽ ഇറങ്ങേണ്ട പടമാണ്. ഇറങ്ങാൻ പറ്റിയില്ല. അതിനുശേഷം ഈ മെയ് മാസം 14 ഇറങ്ങേണ്ട പടം 15-ാം തീയതി ഇറങ്ങിയത്. എന്തോ പ്രൊഡക്ഷൻ എന്തോ പ്രശ്നങ്ങൾ കാരണമാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതന്നെ സെൻസറിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ സെൻസറിന്റെ പ്രശ്നം അറിയാല്ല, CMന്റെ പ്രശ്നം അറിയാലോ എല്ലാവർക്കും. അതെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. വളരെ എനിക്ക് ഈ സിനിമ ഫ്ലോപ്പ് ആവുമെങ്കിലും ആ മ്യൂസിക്കിൻ്റെ സൈഡ് അടിപൊളിയായിരിക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ സായ ഭയങ്കർ എടുത്തു വെച്ചിട്ടുണ്ട്. വിജയ് സാറിന് വേണ്ടിയാണ് ആദ്യം ജയബാലാജി ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പിന്നീട് അത് സൂര്യയിലേക്കാൻ പോയ കാരണം സൂര്യയിലേക്ക് എത്തി. സൂര്യ അഭിനയിച്ച് തകർത്തു. പിന്നെ അതേപോലെ തന്നെ റഹ്മാൻ അറിയാലോ. റഹ്മാൻ നമ്മുടെ കറുപ്പിന്റെ ഫുള്ള് ആൾക്കാരുടെ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് മ്യൂസിക് ആയിട്ട് റഹ്മാനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അതിനുശേഷം പുള്ളി പെഡിയുടെ തിരക്കാരുടെ പെഡിയിലേക്ക് വിട്ട്. പെഡിയുടെ അവസ്ഥ അറിയാലോ. ഒന്നും പറയേണ്ട ആവശ്യമില്ല. കണ്ടിട്ടില്ല, കാണാനും പോകണമെന്നില്ല. അത് സിനിമയുടെ ത്രെഡ് നല്ല ത്രെഡാണെങ്കിലും ആ തെലുങ്ക് ഡയറക്ടർ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളെ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളവരുടെ റിവ്യൂ കണ്ടിട്ട് ഇങ്ങനെ പറയാണ്. രാം ചരൺ ഒരു കംബാക്ക് വന്നെങ്കിൽ ഇനി മിക്കവാറും അല്ല രാജമൗലിയോ അറ്റ്ലിയോ പിന്നെ നമ്മുടെ ലോകേഷ് കനരാജോ ഇവര് 4 പേരിലല്ലെങ്കിൽ ഒരാൾ വന്ന രാംചരന്റെ കംബാക്ക് ആയിരിക്കും. ഏത് പടം ഇറങ്ങിയത്? രാംചരനല്ലേ ഗെയിം ചേഞ്ചർ. ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ ഓർമ്മണ്ടാ? നമ്മുടെ മലയാളി ഒരാളെ കൊണ്ടുവന്ന് നശിപ്പിച്ച ഒരു പടമുണ്ട്. നശിപ്പിച്ച പടമായി പോയി. അതിനകത്ത് സുനിൽ എന്ത് കോമഡിയാന്ന് പറയും. സുനിലിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സൈഡ് തിരിഞ്ഞ് ഒറ്റ ഓട്ടം. ആ സിനിമയായിട്ട് നടക്കണ്ട, നമുക്ക് പഴയ ഓർമ്മകളൊക്കെ വരും. ദൃശ്യം കണ്ടെങ്കിൽ ദൃശ്യത്തിന്റെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്യുന്നു കേട്ടോ. ടോട്ടൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 308 306 വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പൊ നേടിയിട്ടുണ്ട്. ടോട്ടൽ വന്നിട്ടില്ല. തമിഴ്നാട്ടിന് വേണ്ടി മാത്രം അല്ല, ഇന്ത്യൻ ടോട്ടൽ ഗ്രോസ് ആയത് 225.15 കോടിയാണ് കളക്ട് ചെയ്തത്. നെറ്റ്വർക്ക് ടോട്ടൽ ഉണ്ടല്ലോ, അതിനകത്ത് 194.81 കോടിയാണ് നേടിയേക്കണം. ഓവർസീസ് 80.90 കോടി. 80 കോടിയാണ് ഓവർസീസ് അടിച്ചാണ്. ബഡ്ജറ്റ് എടുത്തേക്കണം 130 to 140 കോടിയാണ്. പക്ഷെ 140 കോടിക്ക് 300 കോടി അടിക്കുക ലാഭമാണ്. സൂര്യയുടെ ആദ്യത്തെ 200 കോടി പടമാണ് ഞാൻ പറയുകയാണെങ്കിൽ. വിജയ്ക്കും അജിത്തിനും നമ്മുടെ കാർത്തികേയനെയും ബാക്കിൽ ഉണ്ടാക്കിയത് കൈതി തന്നെയാണ്. അതിന് ശേഷം അനിയൻ കയറിയപ്പോൾ ചേട്ടന് സങ്കടം വന്നപ്പോൾ ചേട്ടനൊരു ബ്ലാസ്റ്റ് ഒന്നും കൊടുത്തു. അതെ, ഇനി ബ്ലാസ്റ്റ് കാണാൻ പോകണം. ബ്ലാസ്റ്റ് ഞങ്ങളുടെ ഇവിടുത്തെ ട്രീച്ചർ ഇറങ്ങിയിട്ടില്ല. ബാക്കി എല്ലാം മിക്ക സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാസ്റ്റ് നല്ല സിനിമ പറയുന്നത്, പക്ഷേ ഇവിടുത്തെ തിയേറ്ററിൽ വളരെ കുറവായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ സായബേക്കറിൻ്റെ മ്യൂസിക് തിയേറ്ററിൽ കാണാൻ നല്ല വൈബായിരുന്നു. സായബേക്കർ ഇനിയിപ്പോൾ ഇത് OTT 12-ാം തീയതി റിലീസ് ചെയ്യും. 12-ാം തീയതി ഞങ്ങൾ എടുക്കണ 11-ാം തീയതിയാണ്. അതെ. അപ്പോൾ സായബേക്കറിൻ്റെ മ്യൂസിക് ആണെങ്കിലും നമ്മുടെ GK വിഷ്ണു അറിയാലോ. പുള്ളി ജവാനിലും അറ്റ്ലിയുടെ എല്ലാ സിനിമകളിലും സിനിമാറ്റോഗ്രാഫിയും ക്യാമറ വർക്കൊക്കെ ചെയ്യണം GK വിഷ്ണു ആണ്. കുറേ സിനിമ തെലുങ്ക് സിനിമയിലെങ്കിലും എല്ലാവരും നല്ല ക്യാമറ. കാസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് സൂര്യ അടിപൊളിയായിട്ടുണ്ട്. സൂര്യ ആ കറുപ്പുസ്വാമി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ഡയറക്ടർ പറഞ്ഞ അനുസരിച്ച് തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടവരാണെങ്കിൽ മാത്രം പറയുക. പിന്നെ കാണാത്തവരാണെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് സ്കിപ്പ് അടിക്കുക. കാരണം ഇതിനകത്ത് ദുരസിംഗം വന്നുണ്ട്.
അതെല്ലാവരും കണ്ടിട്ടുണ്ടോ? സിംഗത്തിന്റെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവുമല്ലോ, ചെറിയ പേര് കാണാത്തവരുണ്ടാവുമല്ലോ. അപ്പൊ ദുരസിംഗം വരുന്നുണ്ട്. എനിക്ക് അവിടെ എന്തോ ക്ലിക്ക് ആവണല്ലോ ആ ഭാഗം. ഏതാ സിംഗം വന്നതാ? സിംഗം വന്നതാണ് എനിക്ക് വേണ്ടില്ല. ഫാൻസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇതായിപ്പോയി. എന്താണ് സൂര്യ അതെ വിജയും അതെ, ഫാൻസിന് വേണ്ടി ബിൽഡപ്പ് ഉണ്ടാക്കാനും രണ്ടുപേർക്കും ഒരു വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം പറയണമെങ്കിൽ നമ്മുടെ സൂര്യയുടെ ഈ കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹിറ്റ് അടിക്കണത്. മാസ് 24, പിന്നെ ഏത് സിനിമ? ലാസ്റ്റ് 24 ആണ്. ലാസ്റ്റ് 24ന് ശേഷം ഇതേപോലത്തെ ഒരു പടം വന്നിട്ടില്ല സൂര്യയുടെ നല്ല കൊമേഴ്ഷ്യലായിട്ട്. നല്ല പടമാണെങ്കിലും പൊട്ടിപ്പോയി, ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല. കാരണം പറയുകയാണെങ്കിൽ ആ സമയത്ത് അന്ന് ക്രൈം ട്രാവൽ എന്തിട്ടാണ് അറിയാൻ പാടില്ല. തമിഴ് ഓഡിയൻസിന് അറിഞ്ഞൂടാ, മലയാള ഓഡിയൻസിന് അറിഞ്ഞൂടാ, ഫുൾ ഇന്ത്യ ഓഡിയൻസിന് അറിയില്ല. ഇനിയിപ്പോൾ അതേ സെയിം കഥ ഇപ്പോഴും ഉണ്ടാക്കിയാലും അവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് മെയിൻ പ്രശ്നം. അന്ന് ഇറക്കിയപ്പോൾ ഫ്ലോപ്പ് ആയതാണല്ലോ. അത് കേരളത്തിൽ ഇറക്കിയ വർക്കാവും. ഇപ്പൊ ലോകേഷ് വർദ്ധൻ ചെയ്യാൻ വേണ്ടി വെച്ചാണല്ലോ സൂര്യനെ വെച്ച് ഇരുമ്പ് കൈ മായാവി. അതിപ്പോ ഡ്രോപ്പ് ആവുന്നുണ്ടോ ആയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇതിനകത്ത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ക്യാരക്ടറും വേണ്ടാന്ന് വിചാരിച്ച ഒരു ക്യാരക്ടറും തൃശ തന്നെയാണ്. മെട്രോ സീക്വൻസസ്, അതിനകത്ത് ഇങ്ങനെ മെട്രോയിൽ പോണ സീക്വൻസിൽ ആ പെണ്ണ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് പറയാനാണ് സംഭവം ലോഡിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീനുണ്ട്, ഇവർ ഈ കാറിൽ ചേസിങ് നടക്കുന്ന സീനിൽ ആ പെണ്ണിങ്ങനെ കാറിൽ ചാരിന്ന് തൂക്കി അടിസാമി കേൾക്കുമ്പോൾ തന്നെ എന്ന് പറയും. ഒരു ക്രിഞ്ച് വൈബാണ് അത് പറയുമ്പോൾ. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ആവശ്യമില്ല. ഒരു സൈഡാണെങ്കിൽ അതിനകത്തൊരു റെഫറൻസ് ഉണ്ട്, ചില പാട്ട് സീനിലും വരും, പിന്നെ കോടതി സിനിമയുടെ റെഫറൻസ് വന്നിട്ടുണ്ട്. ലിയോ റെഫറൻസ് അവിടെ ഉണ്ട്. ഞാനത് പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്തതായി പോയി. ക്ലൈമാക്സ് പോർഷനിൽ നമ്മുടെ RJ ബാലജനെ നായകനായി ഡയറക്റ്റ് ചെയ്ത പടമുണ്ട് LKG എന്ന് പറഞ്ഞിട്ട്. ആ ക്യാരക്ടർ ഇതിനകത്ത് തന്നെ ഉണ്ട്. LKG അല്ല, NGK ആണ്. NGK സൂര്യയുടെ വേറെ പടം. LKG വേറെ. LKG മോതിരം ഇട്ട്. അതേപോലെ തന്നെ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ, അത് ഓർത്ത് വെച്ചോ. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് വേറെ ഒരാളാണ്. മലയാളത്തിൽ നിന്ന് എന്തോരം നടന്മാർ വന്നാലും ഇയാളെ വെട്ടിക്കാൻ മിക്കവാറും തമിഴിൽ ആരും നടന്നിട്ടുണ്ടാവില്ല. മലയാളത്തിൽ നിന്ന് കലാഭമണിക്ക് ശേഷം കേട്ടോ. മണിയും ഉണ്ടാക്കിയതാണെങ്കിൽ ഞാൻ പറയാനാണെങ്കിൽ എന്തിനും പറയാ, ജെമിനി പറയാ, നമ്മുടെ ജെമിനി പറയാ, പിന്നെ നമ്മളാ വേറെ ഏതാ പടം തമിഴ് മണിയുടെ ഒരു സൂര്യയായിട്ടൊരു പടം ഉണ്ട്, എനിക്കറിയാം. വേലി എനിക്ക് അത്ര പോരാ, പക്ഷെ അതിന്റെ മലയാളം ഡബിങ്ങാണ് കേരളത്തിന് ഏറ്റവും ഇഷ്ടം. നോക്കാൻ വേണ്ടി വേറെ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഇന്ദ്രൻസ് അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതാണ് ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കേട്ടോ. ഇന്ദ്രൻസിന്റെ രണ്ടാമത്തെ തമിഴ് പടം ഉണ്ട്. ആദ്യത്തെ ഏതാണ്? നൻപൻ. നൻപൻ മറ്റേ ആ ഷേവ് ചെയ്യണ ക്യാരക്ടർ ബാർബർ. പുള്ളിക്ക് അതേ സമയത്ത് ആ ചെറിയ റോള് കിട്ടിയോളൂ. ഇതിനു മുമ്പ് RJ ബാലാജി മുക്കുത്തിയമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ ഉർവശീനെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. ആ സിനിമ വിജയിക്കാനായിട്ടുള്ള മെയിൻ കാരണം സൂര്യയുടെ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ നല്ല പടം എന്ന് പറയാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് രണ്ടേ പടങ്ങൾ. ഒന്ന് അത് രണ്ടും OTT ഇറങ്ങിയാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ട് സൂര്യ പോട്ടറും ജെയ്ബിയും ശരിക്കും തമിഴ് സിനിമയിൽ വക്കീൽ വേഷം ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു നടൻ സൂര്യ മാത്രമേ ഉള്ളൂ. ഞാൻ പറയണ വിജയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അജിത്തിന് പറ്റില്ല. അജിത്ത് അടിപൊളിയാണ്. അജിത്തിന്റെ നേർക്കൊണ്ട പറവൈ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. പക്ഷെ അജിത്ത് കുഴപ്പമില്ല, പക്ഷെ സൂര്യനെക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ വേറെ ആളില്ല. പക്ഷേ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് പോകാനാണെങ്കിൽ രണ്ടുപേരെ പറ്റുള്ളൂ. ഒന്ന് മമ്മൂട്ടിക്കും പറ്റുള്ളൂ, ഒന്ന് പൃഥ്വിരാജിനും പറ്റുള്ളൂ. കാരണം വേണ്ടേ, പൃഥ്വിരാജിന്റെ ഏത് പടം കണ്ടാട്ടാന്ന് പറയണം, അത് നിങ്ങൾ പറയണം, ഞാൻ പറയണം. ഇതൊക്കെ എന്ത് പടമാണ്. ഇനി അടുത്ത് സലീം കുമാറേട്ടൻ മരിച്ചു, റെസ്റ്റ് ഇൻ പീസ്. ഭയങ്കര വിഷമമുണ്ട്. പുള്ളി നല്ലൊരു ക്യൂ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു വക്കീൽ കഥാപാത്രം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് റോളായിരുന്നു. ഈ കോമഡിയിൽ നിന്ന് ഒരു ഹൈപ്പിലേക്ക് കയറി. അതേപോലെ തന്നെ സലീം കുമാറിന്റെ അവസാനത്തെ പടവും ദിലീപായിട്ട് തന്നെയാണ്.
ആ ശരി. മുഖനന്ദി വരൂലേ, അത് അവര് തമ്മിലില്ല, കോൺവെർസേഷൻ ഇല്ല. കോൺവെർസേഷൻ ഇല്ല. പക്ഷെ ആ സിനിമയിലുണ്ട്. സിനിമയിലുണ്ട്. പക്ഷേ ഞാൻ പറയാം, ബബ്ബ ഒരു നല്ല പടമായിരുന്നു പറയാനാണെങ്കിൽ. എടുത്തു വെച്ചത് കാമായിരുന്നു, നല്ല പടം. പക്ഷെ കഥ ഇത്തിരി ഷോക്ക് പോയി. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ നമ്മുടെ ഈ റീലോഡ് മീഡിയക്കും നമ്മുടെ ഫിലിം ഷേക്കിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. റീലോഡ് ഞാൻ വിചാരിച്ച റീലോഡ് മീഡിയ വല്ല റോസ്റ്റ് ചെയ്യാൻ പറ്റിയ പടം എന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ബിലോ ആവറേജ് പടമായിട്ടോ തോന്നി ബബ്ബ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ അല്ലേ ഇത്? ആദ്യമായിട്ടാണ് ദിലീപിന്റെ പടം, അവസാനമായിട്ടാണ് ഞാൻ ദിലീപിന്റെ പടം കാണാൻ പോയത്. ആദ്യത്തെ പടം രാമലീലയാണ് 2018. അതിന് ശേഷമാണ് ബബ്ബ കാണാൻ പോയത്. എന്തോ ഹൈപ്പ് വെച്ചാണ് ഓരോ പോസ്റ്റർ, ഓരോ മോഹൻലാലിനെ ക്യാമിയോന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും പോകാൻ തുടങ്ങി. കാരണം ഒന്നും മോഹൻലാൽ ഉണ്ടല്ല. ഓ പിന്നെ സിഎമ്മിനിട്ട് ഇപ്പൊ റോസ്റ്റ് ചെയ്യണ്ടല്ലോ ആൾക്കാർ. ഏത് സിഎം? വിജയിനെ കുറിച്ച്. വിജയിനെ കുറിച്ചുള്ള ഒരു പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടെങ്കിൽ അഭിപ്രായം പറയട്ടോ. അത് റീലോഡ് മീഡിയയിലുണ്ട് അതിന്റെ റോസ്റ്റിംഗ് ഒക്കെ. റീലോഡ് അല്ല, മറ്റേ ഫിലിം ഷേക്കിന്റെ ഉണ്ട്. ഫിലിം ഷേക്കിന്റെ വീഡിയോ ഞങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്, പിന്നെ വേണ്ടെന്ന് വിചാരിച്ച്. പാവത്തിന് എന്താണ്, പാവത്തിന് എല്ലാം കൂടി നോക്കിക്കൊണ്ടേ ഔഹിതവും എല്ലാം കൂടി എല്ലാം ഉണ്ട്. വിജയുടെ കരിയറിലെല്ലാം ഉണ്ട് പറയണേ. പിന്നെ അതിനകത്ത് പറയാൻ പറ്റിയ വേറെ കാര്യത്തിലെന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് യോഗി ബാബു ഉണ്ട്. പക്ഷെ ആകെ ഒരു കുഞ്ഞു സീൻ മാത്രമേ ഉള്ളൂ പുള്ളി. പക്ഷെ എന്നാലും യോഗി ബാബു ഉണ്ട്. യോഗി ബാബു ഉണ്ട്, കുഞ്ഞു സീനാണ് അത്. മറ്റേ നമ്മുടെ ആ ആർജെ ബാലാജി ഒരു സ്റ്റേഡിയത്തിന്റെ അവിടെ വരുമ്പോ കറുപ്പേസ്വാമിയായിട്ട് വരൂലേ സൂര്യ, അപ്പൊ അതിനകത്ത് ഒരു എന്താണ് ഡ്രിങ്ക്സ് കൊണ്ടുതന്നെ യോഗി ബാബു. ഇപ്പൊ കിട്ടി പുള്ളിക്ക് ഇങ്ങനെ വന്നിട്ട് വേമ്പോ. അതുപോലെ തന്നെ അജി വർഗീസ്. മൻസൂർ അലിഖാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മൻസൂർ അലിഖാൻ സ്ഥിരം ടിപ്പിക്കലി ഗുണ്ട ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. മൻസൂർ അലിഖാൻ ഏറ്റവും ബെസ്റ്റ് ഗുണ്ടായിട്ട് അഭിനയിക്കാൻ. ഞാൻ പറയുന്നത് ഇതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചാണ്. കുറച്ച് മലയാള ഇന്ദ്രൻസിന്റെ മോള് സ്വാസിക, പിന്നെ മറ്റേ ഷിക്കാരി ശംഭുല പെണ്ണ്, ഷിക്കാരി ശംഭുല ആ നായിക, അതിന്റെ പേര് അറിയില്ല. പിന്നെ സൂര്യ, പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ വില്ലനെ കുറിച്ച് പറഞ്ഞില്ല, ആർജെ ബാലാജി. ഞാൻ കണ്ടതിൽ ഈ കൊല്ലം കണ്ടതിൽ പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് വില്ലെന്ന് പറയാൻ ഒരത്യാവശ്യം ഒരു തരക്കേടില്ലാത്തൊരു വില്ലൻ. സൂര്യക്കൊപ്പം പറ്റിയാണെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല, പുള്ളിയാണല്ലോ ഡയറക്ടർ. അപ്പൊ പുള്ളിക്ക് വില്ലനാരാന്നറിയാലോ. അൻപരു മാസ്റ്റേഴ്സ് ആണല്ലോ. അൻപരു മാസ്റ്ററും വിക്രം മോറോ അങ്ങനെ ആരൊക്കെയാണ്. കൊറിയോഗ്രാഫി സോബി ആൻഡ് സാൻഡി. ഗോഡ് മോഡ് എന്ന് പറഞ്ഞ പാട്ടില്ല, അത് തിയേറ്ററിൽ നല്ല വൈബായിരുന്നു. ഞങ്ങൾ ഒരു ക്രൗഡഡ് ഓഡിയൻസിന്റെ ഒപ്പം കണ്ടുകൊണ്ട് ആ വൈബ് ഞങ്ങൾ കാണാൻ പോയ സമയത്ത് വിജയ് ഫാൻസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം സൂര്യ ഫാൻസ് ഉണ്ട്. പക്ഷെ കൈയടിച്ചതിൽ ഞങ്ങൾക്ക് കേട്ടതിൽ കൂടുതൽ വിജയ് ഫാൻസ് ആണ്. കാരണം അതിനകത്ത് വിജയുടെ ഇമ്പാക്ട് ഉണ്ടല്ലോ, ലിയോന്റെ ആ ഇമ്പാക്ട് വരുമ്പോ സൂര്യ ഫാൻസ് മിണ്ടാണ്ടിരിക്കണായിരുന്നു. അതിന് ലിയോ ഫാൻസ് കയറി വന്നു അവിടെ. കൊറിയോഗ്രാഫി സോബി സാൻഡി മാസ്റ്റർ അറിയാമല്ലോ, നല്ല കൊറിയോഗ്രാഫർ. ഈ സെക്കൻഡ് ഹാഫിൽ കുറെ പാട്ട് വേണം, അതൊക്കെ അടിപൊളിയാണ് കേൾക്കാനായിട്ട്. ഗോഡ് മൂൺ ബിഗിൻസ് അടിപൊളിയാണ്. ഗോഡ് മൂൺ ബിഗിൻസ് ഇല്ലേ? മനസ്സിലായി. ഇത് കാത്ത് ഓൾ ടൈം ഫേവറേറ്റ്. പിന്നെ ഇതിന്റെ ഡ്യൂറേഷൻ വന്നിട്ടില്ല. ഡ്യൂറേഷൻ 2 മണിക്കൂറും 36 മിനിറ്റ് 35 ഉണ്ട്. 2.5 മണിക്കൂർ. പ്രൊഡക്ഷൻ കമ്പനി അറിയാം, ഡ്രീം വാരിയേഴ്സ് പിക്ചേഴ്സ് ആണ്. ഡ്രീം വാരിയർ പിക്ചേഴ്സിന്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം കൈദി, ഇപ്പൊ ഇത്. ഇനി അടുത്ത ഒരെണ്ണം ചെയ്യാൻ പോകുന്നുണ്ട്. കൈദി 2 ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കൈദി 2 ആണോ? കൈദി 2 ഒക്കെ ഇനി വരുമെന്ന് തമ്പുരാൻ തന്നെ അറിയാം. സത്യം. ലോകേഷ് അല്ലു അർജുനായിട്ട് ചെയ്യാൻ പോകുന്നത് ചെയ്തത് കംപ്ലീറ്റ് ചെയ്തല്ല. അല്ലു അർജുൻ ആണെങ്കിൽ റാക്കട തിരക്കിൽ നിൽക്കുന്നു. അതെ, ഈ ലോകേഷ് എന്തിനാണ് ഈ അല്ലു അർജുനെ പിടിച്ചെടുക്കാൻ പോണത്? മര്യാദക്കായി LC തീർത്തിട്ട് പോലെ ബാക്കി സിനിമ എടുക്കില്ല. അത് തന്നെ. ഇപ്പോഴേ ഈ മാസമാണ്, അടുത്ത മാസം ഈ മാസം DC അടിപൊളി പടമായിരിക്കും. അതിന്റെ ട്രെയിലർ ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ റിയാക്ട് ചെയ്തില്ല. വേണ്ട, റിയാക്ട് ചെയ്യണ്ട. ഞങ്ങൾ എന്തായാലും സൺ പിക്ചേഴ്സ് ആണ് ഇട്ടേക്കണം. കോപ്പിറൈറ്റ് എന്തായാലും വരും.
ഏറ്റവും കൂടുതൽ കോപ്പി അടിക്കുന്ന രണ്ടേരണ്ണുള്ളൂ, സോണിയും സണ്ണും. ടി സീരീസ് കുഴപ്പമില്ല. ടി സീരീസ് പിന്നെ കുഴപ്പമില്ല, ഭയങ്കര സാധനം ടി സീരീസ്. ഇടക്ക് മാത്രം കോപ്പി അടി. പക്ഷെ ഞങ്ങളുടെ വീഡിയോയിൽ ആകെ കോപ്പി റൈറ്റ് അടിച്ചത് നമ്മുടെ കൂലിയുടെ ട്രെയിലറാണ്. ആണോ? നമ്മുടെ കൂലിയുടെ ട്രെയിലാണ് കോപ്പി റൈറ്റ് ആദ്യം. അതും സൺ പിക്ചേഴ്സ് ആയിരുന്നു. അതാണ് എനിക്ക് വിശ്വാസമില്ലാത്തത്. അതാണ് പണി പറ്റിച്ചത്. പിന്നെ ഇനി പറയാനുള്ളത് പ്രൊഡ്യൂസറിനെ കുറിച്ചാണ്. പ്രൊഡ്യൂസർ മറ്റേ SR പ്രഭുവും SR പ്രകാശ് ബാബുവും എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ചേട്ടനിയന്മാരാണ്. പക്ഷെ എന്നാലും രണ്ടുപേരും ശത്രുക്കളെ പോലെ തന്നെയാണ്. അതെന്താ? പുള്ളിക്കാരന്മാർ രണ്ടുപേരും ഞാൻ പടം ചെയ്തോളാം, ഞാൻ നിർമ്മിച്ചോളാം എന്ന് പറഞ്ഞ് തല്ലിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. ഞാൻ ഒരാളെ റീലിൽ കണ്ടിട്ടുണ്ട്. ഇനി റൈറ്റേഴ്സ് അശ്വിനി രവിചന്ദ്രനും രാഹുൽ രാജും, ടി ഗോപകൃഷ്ണനും കർണൻ അരവിന്ദകുമാറും. ഇവര് അശ്വിനി രവിചന്ദ്രന് പടങ്ങളുണ്ട്, പക്ഷെ ഏത് പടങ്ങൾ കിട്ടിയിട്ടില്ല. വേറെ ഫാൻറ്റസി പടം ഉണ്ടോ ഇത് ഡ്രാമ ആയിട്ട് എടുക്കാൻ?